ഹായ്. അങ്ങനെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അതായത് പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങൾ. അർച്ചനയാണെങ്കിൽ ആ മഞ്ജുവിൻ്റെ ആ റൂമിൽ നിന്ന് കിട്ടിയ ഫോട്ടോസൊക്കെ ആയിട്ട് നേരെ ചന്ദ്രനാഥത്തിലേക്ക് വരുന്നുണ്ടല്ലോ. അവിടെ വന്നതിന് ശേഷം ഫോട്ടോ കാണിച്ചിട്ട് ചന്ദ്രലേഖയുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്നിങ്ങനെ ആദ്യം പറയുന്നുണ്ട്. നീ കൂടുതൽ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട, കാര്യങ്ങളെല്ലാം മഞ്ജു എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നീ ഇത്രയ്ക്കും അതം പതിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. നിൻ്റെയൊക്കെ മനസ്സിൽ എന്താടി ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അർച്ചന കത്തിക്കയറുകയാണ് കേട്ടോ. ആദ്യം സമ്മതിക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും പിള്ളേരെ എല്ലാം വിളിക്കും, ആരോമലിനെയും ആര്യയെയും എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് സത്യങ്ങൾ തുറന്നു പറയും എന്ന് അവരാണെങ്കിൽ പേടിപ്പിക്കുന്ന സമയത്താണ് ചന്ദ്ര കാര്യങ്ങളെല്ലാം തെളിച്ചു പറയുന്നത്. പിന്നെ എന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട, നിന്റെ നാത്തൂനായ മഞ്ജുവും പിന്നെ മധുബാലയും ഈ ഒരു കൂട്ടുകച്ചവടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ പോയിട്ട് ആദ്യം അവരെ ഉപദേശിച്ച് നന്നാക്കാന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. നീ അങ്ങനെ രക്ഷപ്പെടാൻ നോക്കേണ്ട, നിന്റെ ഐഡിയയാണ് ഇത് മുഴുവനും എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നിനക്ക് മാപ്പില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അർച്ചന ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് ചന്ദ്ര എല്ലാത്തിനും സോറിയൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ അർച്ചന ഫോട്ടോയൊക്കെ ആയിട്ട് അകത്തേക്ക് തന്നെ പോവുകയാണ്. അതേസമയം മധുബാലയുടെ അച്ഛനാണെങ്കിൽ നന്നായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊക്കെ അവരോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മധുബാല പറയുന്നുണ്ട്, അതെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ JKയുടെ മനസ്സിൽ ഞാനില്ല. കുറേ കാലമായിട്ട് എനിക്ക് മനസ്സിലായതാ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എഴുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടുകാരും ഉണ്ട്, ഫ്രണ്ട്സുണ്ട്, അതിലൊന്നും ഞാനില്ല. അതാണ് എൻ്റെ സങ്കടം. അങ്ങനെ എപ്പോഴെങ്കിലും JK നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവളിങ്ങനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ ഇവൾ പറഞ്ഞിട്ടും എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വലുത് തന്നെയാണ്, സൗഹൃദം എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അക്ഷരങ്ങൾ, എൻ്റെ എഴുത്ത്, ഞാനതൊക്കെ ഒത്തിരി ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ കൈകടത്താനായിട്ട് ആർക്കും അനുവാദമില്ല. എന്തായാലും മധുബാലയ്ക്ക് ഇതൊന്നും സമ്മതിക്കാൻ വയ്യെങ്കിൽ എത്രയും വേഗം തന്നെ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പൊക്കോണം എന്ന് പറയുമ്പോൾ അച്ഛനോടായി മധുബാല പറയുന്നുണ്ട്, കണ്ടില്ലേ ഈ ഡിവോഴ്സ് എന്തിനാ മേടിക്കുന്നതെന്ന് അറിയാമോ? അർച്ചനയെ വിവാഹം കഴിക്കണം, എന്നിട്ട് രണ്ടുപേർക്കും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടും ജീവിക്കണം, അത് തന്നെയാണ് ആഗ്രഹവും. അത് കേട്ട് അച്ഛൻ പറയുന്നുണ്ടോ, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോരോ സംശയങ്ങളുമായിട്ട് നടക്കുന്നു. JKയും അർച്ചനയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. ഒരിക്കലും അവർ മോശമായ രീതിയിൽ ചിന്തിക്കില്ല. അതാണ് അർച്ചനയും JKയും. പക്ഷെ നീയാണെങ്കിൽ ഇവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് വൈകി. എന്തായാലും നീ ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ല. പിന്നെ നിങ്ങളാണെങ്കിൽ പിണങ്ങിയിരുന്ന സമയത്തും JKയും ഞാനും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും JKയാണ് നോക്കിയിരുന്നത്. എന്നെയാണെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് കെയർ ചെയ്തു, സംരക്ഷിച്ചു. അതിന് JKയുടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇവൻ എനിക്ക് നല്ലൊരു മകൻ തന്നെയായിരുന്നു. നീ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ എണ്ണി മധുബാലയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ സമയത്താണ് മധുബാലയ്ക്ക് JKയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നത്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ JK എന്നെ സ്വീകരിക്കില്ല, ഞാൻ അച്ഛനോടൊപ്പം വരട്ടെ. ആദ്യമായിട്ട് അദ്ദേഹം പറയാണ്, നിന്നെ എന്നോടൊപ്പം കൊണ്ടുപോകാനല്ല ഞാൻ വിവാഹം കഴിപ്പിച്ചയച്ചത്, പിന്നെയോ ഇവിടെ സമാധാനത്തിലും സന്തോഷത്തിലും കഴിയാനാണ്. ഞാനൊരു ജഡ്ജിയാണ്, നീ ഒരു ജഡ്ജിയുടെ മകളും. ആ ഒരു സ്വാതന്ത്ര്യവും എല്ലാം നിനക്കുണ്ട്, അതിൻ്റെ ഒരു ധാർഷ്ട്യമുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരോട് പെരുമാറുന്നത്. അതൊക്കെ നീ എടുത്തു മാറ്റുക, എന്നിട്ട് നീ സമാധാനത്തിൽ തന്നെ ചിന്തിക്കുക നീ ആരാണെന്ന്. എന്തായാലും JKക്ക് നിന്നോടൊപ്പം കഴിയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ JK പറയട്ടെ. JK ആ സമയത്ത് അമ്പരം നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനായിട്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടി, പക്ഷെ ഇവളായിട്ട് അത് അഴിച്ചു മാറ്റി. പക്ഷെ അത് ഇവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് കേട്ട് ആ മധുബാല കണ്ണ് നിറങ്ങി നിൽക്കുകയാണ്. ടീച്ചറുടെ അഭിപ്രായം എന്താണെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും സ്വസ്ഥതയിലും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുമെങ്കിൽ അതിനേക്കാൾ എനിക്ക് എന്താ വേണ്ടത്? മറ്റൊന്നും തന്നെ എനിക്ക് സന്തോഷം കിട്ടില്ല എന്നൊക്കെ അമ്മയും കൂടെ തുറന്ന് പറയണം കേട്ടോ. ആ സമയത്ത് അത് കേട്ടിട്ട് മധുബാലയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതായത് JK മധുബാലയുടെ കഴുത്തിൽ താലി കെട്ടും. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അർച്ചനയാണെങ്കിൽ ഡ്രസ്സുകളെല്ലാം മടക്കി വയ്ക്കുകയാണ്. അപ്പോഴേക്കും ചിന്നുവിനോട് പറയുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല, നിനക്കിപ്പോൾ മൊബൈൽ നോക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ, ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല. ആഹാരം കഴിക്കാൻ പണ്ടത്തെ പോലെ സമയം നോക്കി തന്നെ ചെയ്യുന്നത്, സമയം എടുക്കുന്നുണ്ട്. അതുപോലെ വേണ്ടുവോളം സമയം മറ്റുള്ളതിനും കുളിക്കാനും കളിക്കാനും എല്ലാത്തിനും എടുക്കുന്നുണ്ട്. പഠിത്തത്തിന് സമയം എടുത്തിട്ടാണ് മൊബൈൽ നോക്കുന്നത്, അത് ഉറപ്പാണ്.
അത് കേട്ട് അവൾ പെട്ടെന്ന് മൊബൈൽ അവിടെ നോക്കി വെക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഒരു കാര്യം മനസ്സിലാക്കി, ടീച്ചേഴ്സൊക്കെ പറഞ്ഞത് മൊബൈലിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിൽ സെർച്ച് ചെയ്താൽ നമുക്ക് സംശയമുള്ളതെല്ലാം പഠിക്കാൻ പറ്റുമെന്നാ. ആഹാ, ടീച്ചർമാർ ഇങ്ങനെ ആയോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട്. ചില ടീച്ചർമാരുടെ പേരാണെങ്കിൽ നിർവികാരത എന്നാണ്. ചില ടീച്ചേഴ്സ് ആണെങ്കിൽ റോബോട്ട് പോലെ പഠിപ്പിക്കുന്നുണ്ട്, മുഖത്താണെങ്കിൽ യാതൊരു വിധ ഭാവവും ഇല്ല. അതൊക്കെ കേട്ട് അർച്ചന ചിരിക്കുകയാണ്. ജെ.കെയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നല്ലൊരു എഴുത്തുകാരനാണ്. അയാൾ സമൂഹത്തിന് വേണ്ടി എന്ത് എഴുതി കൊടുക്കുന്നു അതല്ലേ നമ്മൾ നോക്കേണ്ടത്. മറ്റൊന്നും തന്നെ ഞാൻ ഓർക്കുന്നുമില്ല. ഓ അങ്ങനെയാണോ, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ പോരെ. അത് കേട്ട് ചിന്നു പറയുന്നുണ്ട്, ഞാനെന്തിനാ വ്യക്തിപരമായിട്ട് പറയുന്നത്? അങ്ങനെ ആരുടെ വ്യക്തിത്വത്തിൽ കയറി ഇടപെടുന്നതോ അഭിപ്രായം പറയുന്നതോ ശരിയായ നടപടിയല്ല. എന്നാൽ ശരി, നിനക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അന്നാണെങ്കിൽ ജെ.കെ ഇവൾക്ക് അയച്ചു കൊടുത്ത ഒറിജിനൽ ഫോട്ടോ ഉണ്ടല്ലോ അത് കാണിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തെന്ന്. വാവ്, അടിപൊളി ഫോട്ടോ. അതായത് അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം സൂചിപ്പിക്കുന്ന ആ ഒരു ഫോട്ടോ. എനിക്കാണെങ്കിൽ ഈ ഫോട്ടോ ഒത്തിരി ഇഷ്ടമായി, നല്ല ഫോട്ടോ എന്നൊക്കെ സമ്മതിക്കുകയാണ്. അപ്പോഴേക്കും അർച്ചന പറയുന്നുണ്ട്, ശരി, ഇനി മറ്റൊരു ഫോട്ടോയുണ്ട്, അതിനെക്കുറിച്ച് നീ അഭിപ്രായം പറയണം. എന്നിട്ടാണെങ്കിൽ ഫേക്കായിട്ട് ഈ ചന്ദ്രലേഖ അയച്ചു കൊടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഈ ഫോട്ടോയുടെ എത്രമാത്രം വെറുപ്പുണ്ടെന്ന് അമ്മയ്ക്കറിയാം, പിന്നെ എന്തിനാ അമ്മ ഇതിപ്പോൾ സൂക്ഷിച്ചു വെക്കണേ? ആ സമയത്ത് അവൾ പറയാണ്, യഥാർത്ഥത്തിൽ നിനക്ക് ജെ.കെ അയച്ചു തന്ന ഫോട്ടോയാ ആദ്യം ഞാൻ കാണിച്ചത്. ഇതിലൊരു വലിയൊരു മറിമായം നടന്നിട്ടുണ്ട്. ചെയ്തത് മഞ്ജുവും ചന്ദ്രയും മധുബാലയാ. എന്നിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടിട്ട് അവൾക്ക് വലിയതായിട്ട് ഷോക്കാവുകയാണ്. ആ സമയത്ത് തന്നെ അർച്ചന പറയുന്നുണ്ട്, കണ്ടില്ലേ, ജെ.കെക്ക് നിന്നോടുള്ളത് ഒരു അച്ഛൻ മകൾ സൗഹൃദം തന്നെയാണ്. അപ്പോഴേക്കും ചിന്നു മനസ്സിൽ പറയുന്നുണ്ട്, പക്ഷെ അന്ന് എൻ്റെ കയ്യിൽ ആരാ കയറി പിടിച്ചത്, അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്, അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് കഴിയില്ല. അതേസമയം മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ചന്ദ്ര വിളിക്കുകയാണ്. ചന്ദ്രേച്ചി എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ചോദിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ആനന്ദം വരികയാണ്. ആനന്ദം വരുന്ന സമയത്ത് തന്നെ മറങ്ങി നിൽക്കുന്നു. എന്നിട്ട് മഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പേടിച്ചിട്ട് മിണ്ടരുത് എന്നിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. എന്നിട്ട് ലൗഡ് സ്പീക്കറിലിട്ടുന്നു. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എന്നാലും ആ ഫോട്ടോയുടെ കാര്യം നീ അർച്ചനയോട് പറഞ്ഞുവല്ലേ? അപ്പോഴേക്കും ആനന്ദം പറയുന്നുണ്ട്, ഇതിപ്പോൾ അവൾ പറഞ്ഞതല്ല, അർച്ചനേച്ചിയായിട്ട് പറയിപ്പിച്ചതാണ്. നിങ്ങളാണല്ലോ ഇവളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചത്. അത് കേട്ട് പെട്ടെന്ന് ചന്ദ്ര ആരാന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എങ്കിൽ മനസ്സിലാക്കി തരാം, ഇവളുടെ ഭർത്താവാണ് കേട്ടോ. ആ സമയത്ത് അത് കേട്ട് ചന്ദ്രയ്ക്ക് ആകെ ഷോക്കാവാണ്. ആ ഫോൺ വെച്ചിട്ട് പോകുന്നുമുണ്ട്. പക്ഷേ അപ്പോഴേക്കും അനന്തനാണെങ്കിൽ മഞ്ജുവിനെ അടിക്കാനായിട്ട് കൈ വാങ്ങുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തല്ലുന്നില്ല, നീ ഒരു കാര്യം ചെയ്യൂ, നീ വേഗം തന്നെ പെട്ടിയെല്ലാം തയ്യാറാക്കി നിൻ്റെ വീട്ടിലേക്ക് പൊക്കോളൂ, ഇനി ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ വളരെ സങ്കടത്തിൽ കരയാണ് കേട്ടോ. അങ്ങനെ എല്ലാ ശത്രുക്കൾക്കും തിരിച്ചടി എല്ലാം കിട്ടിക്കഴിഞ്ഞു. എന്തായാലും ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, ഇത് ക്ലൈമാക്സിൻ്റെ സമയമായി. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. ഇനി അർച്ചനയുടെ വിധി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയണം. വീണ്ടും കാണാം. ബൈ.